achievements of green revolution. First one, boost in the production of food grains. Green revolution is not a myth. It is a marvelous achievement. As a result of a new strategy, there has been a rapid increase in food grains production. Production of food grains increased from 75 million tons in 1966-67 to 108 million tons in 1970-71 to 133 million in 1981-82 and 176.2 million tons in 1990-91. In 2011-12, the production of food grains was 250.4 million tons. ഗ്രീൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടായിട്ടുള്ള വർധനമാണ്. കാരണം ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിഥ്യയല്ല, ഒരു കഥയല്ല, മറിച്ച് എന്താണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ചതിലൂടെ നമുക്ക് ഫുഡ് ഗ്രെയിൻസിന്റെ ഉൽപാദനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ 1966-67 75 മില്യൺ ടൺസ് ആയിരുന്നെങ്കിൽ അത് 2011 എത്തുമ്പോഴേക്കും നമുക്ക് 250.4 മില്യൺ ടൺസായി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. Second point, increase in the production of commercial crops. The Green Revolution did not affect initially the production of commercial crops. However, significant improvement in the output of sugarcane took place after 1973-74. Likewise, there was considerable improvement in the production of other cash crops like oil seeds. But the improvement was not such a to be called a revolution. ഭക്ഷ്യധാന്യങ്ങളുടെ മാത്രം ഉൽപാദനത്തില്ല, മറിച്ച് ക്യാഷ് ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ നമുക്ക് വർധന ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നാണ്യവിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ആദ്യ കാലഘട്ടത്തിലൊന്നും ഗ്രീൻ റവല്യൂഷൻ നാണ്യവിളകളെ കാര്യമായി ബാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ആകുമ്പോൾ 73-74 ശേഷം ഏതാനും ചില നാണ്യവിളകളുടെ ഉൽപാദനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഷുഗർ കെയിൻ എടുത്താലും ശരി, അതുപോലെ ഓയിൽ സീഡ്സിലൊക്കെ ഉൽപാദനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉൽപാദന വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുക. എങ്കിലും ഉൽപാദനം വർദ്ധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തേർഡ് വൺ, ഇൻക്രീസ്ഡ് ഫാം ഇൻകം. Another welcome change due to the adoption of this new technology is the increase in farm incomes. Increased incomes help the peasants to plow back their incomes and improve their farm organization. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി എടുത്തു പറയാൻ പറ്റുന്നത് ഫാം ഇൻകം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ പുതിയ സ്ട്രാറ്റജി സ്വീകരിച്ചതിലൂടെ കർഷകരുടെയൊക്കെ വരുമാനം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂമി കൃഷി ചെയ്യാൻ അത് കർഷകരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ലാർജർ എംപ്ലോയ്മെന്റ് ടു അഗ്രികൾച്ചറൽ ലേബർ. The adoption of new technology has also given a boost to agricultural employment because of diverse job opportunities created by multiple cropping and a shift towards hired workers. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. കാരണം കാർഷിക മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. കാരണം എന്താണ്, ഇതിലൂടെയാ നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒക്കെ നടപ്പിലാക്കിയതോടുകൂടി നമുക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായി ഇത് മാറി, കാർഷിക മേഖല മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇൻക്രീസ്ഡ് ലിങ്കേജ് ബിറ്റ്വീൻ
അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും തമ്മിൽ ലിങ്കേജ് വർദ്ധിച്ചതാണ്. The new technology and modernization have strengthened the linkage between agriculture and industry. Under traditional agriculture, the forward linkage of agriculture with industry was always strong, since agriculture supplied many of the inputs of industry. But backward linkage of agriculture to industry was big. But agricultural modernization has created a larger demand for inputs produced and supplied by industry. ഇവിടെ കാർഷിക മേഖലയും വ്യവസായിക മേഖലയും തമ്മിലുള്ള ലിങ്കേജിലുണ്ടായ മാറ്റമാണ്. ഇത് തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം ആശ്രയിക്കുന്ന ഒരു സാഹചര്യം അത് വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. നല്ല ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് വന്നു. സാധാരണത്തിലുള്ള ഒരു കൃഷിയിൽ, പരമ്പരാഗത കൃഷിയിൽ ഫോർവേഡ് ലിങ്കേജ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രി തമ്മിലുള്ള ഫോർവേഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈഡ് ചെയ്യുന്നത് ആരാണ്? കാർഷിക മേഖലയാണ്. അതിനെ നമ്മൾ ഫോർവേഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. എന്നാൽ ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ സംഗതികൾ വ്യവസായിക മേഖല പ്രൊവൈഡ് ചെയ്യുക, കാര്യമായിട്ടുള്ള ഒരു ബാക്ക്വേർഡ് ലിങ്കേജ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗ്രീൻ റവല്യൂഷനോട് കൂടി ഈ ബാക്ക്വേർഡ് ലിങ്കേജ് നന്നായി വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം കാർഷിക മേഖലയിൽ മോഡേണൈസേഷൻ നടപ്പിലാക്കിയതോടുകൂടി ഒരുപാട് ഇൻപുട്സിന്, വ്യവസായിക മേഖല ഉണ്ടാക്കുന്ന ഇൻപുട്സിന് നല്ല ഡിമാൻഡ് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഫോർവേഡ് ലിങ്കേജും ബാക്ക്വേർഡ് ലിങ്കേജും ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ സാധിച്ചിട്ടുണ്ട്. അവസാനമായി ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാർമേഴ്സ്. കർഷകരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റമാണ്. A healthy contribution of green revolution is the change in the attitude of farmers in areas where the new agriculture strategy was practiced. Increase the productivity in these areas has enhanced the status of agriculture from subsistence level activity to a money making activity. The Indian farmer has shown his willingness to accept technical changes. കർഷകരുടെ കൃഷിയോടുള്ള മനോഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടായി. കാരണം നൂതനമായ കാർഷിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെട്ടപ്പോൾ, അത് കാർഷിക മേഖലയിൽ അവിടെ വലിയ തോതിലുള്ള ഉൽപാദനങ്ങൾ ഉണ്ടായപ്പോൾ, അത് അവരുടെ വരുമാനം വർദ്ധിച്ചപ്പോൾ അവരുടെ സ്റ്റാറ്റസിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അപ്പൊ കാർഷിക മേഖല സബ്സിസ്റ്റൻസ് ഫാമിൽ നിന്നും കൊമേഴ്സ്യൽ ഫാമിംഗിലേക്ക് മാറി എന്നുള്ളതാണ്. അവിടെ മണി എന്ന് പറയുന്ന വലിയ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അത് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഏത് സാങ്കേതിക മാറ്റത്തെയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ പര്യാപ്തമായ രീതിയിൽ നമ്മുടെ കർഷകര് അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു നേട്ടം. ഓക്കെ, താങ്ക് യു.